2026 ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതി കേരളത്തിലൊട്ടാകെ ഇലക്ഷനാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ കുറ്റം പറയുന്നതും ചീത്ത പറയുന്നതും മോശം പറയുന്നതും അതൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത 2 വീഡിയോയെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും ആദ്യം തന്നെ നമ്മുടെ CM ആയിട്ടുള്ള പിണറായി വിജയൻ സാറിനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. അദ്ദേഹം ഇന്ന് രാവിലെ ഒരു പൊതുവേദിയിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കാനായിട്ട് പോയപ്പോൾ ആ ചോദ്യം തൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, ഇവിടെ ചോദിക്കാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞു. CM അത്തരത്തിൽ സംസാരിച്ചത് ഒരിക്കലും നമുക്ക് യോജിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോൾ CMനെ ഒരു സാധാരണ വ്യക്തിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരിട്ട് പോയി കാണാനൊക്കെ ഒരിക്കലും പറ്റില്ല ഈ ഒരു സമയത്ത്. കാരണം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഈ ഒരു സമയത്ത് ഒരുപാട് സെക്യൂരിറ്റിക്കാരെയൊക്കെ വെച്ച് അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് CM നിൽക്കുന്നത്. അപ്പോൾ CMനെ നേരിട്ട് പോയി ഒരു പരാതി രേഖപ്പെടുത്താൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല കേരളത്തിലെ സാധാരണക്കാർ നിൽക്കുന്നത്. അപ്പോൾ ഒരു പൊതുവേദിയിൽ അദ്ദേഹം വന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ജനങ്ങൾക്കൊരു കാര്യം, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പിണറായി വിജയൻ എന്ന CMനോട് ഒരു കാര്യം ചോദിക്കാനായിട്ടുള്ള അവകാശമില്ലേ? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട CM ആ ഒരു ചോദ്യം അതൊന്ന് കേൾക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കാത്തത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും ആ ഒരു CM ആയിട്ട് പിണറായി വിജയൻ സാർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ LDF സർക്കാർ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ജനങ്ങൾക്ക് കിട്ടും, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനൊരു നേതാവ് ഉണ്ടാവും. അത്തരത്തിലൊരു പ്രതീക്ഷയോടുകൂടി ഇത്രയും വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വ്യക്തി അധികാരത്തിലേറ്റുന്ന സമയത്ത് സാധാരണക്കാർക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യവും കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചില്ല എങ്കിൽ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും വലിയൊരു പൊതുവേദിയിൽ വെച്ച് ആ ഒരു വ്യക്തി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വീട്ടിൽ പോയി പറയുമെന്ന് പറയുന്നത് എന്ത് മര്യാദയുടെ പുറത്താണെന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ചർച്ചയാവുന്നുണ്ട്. ഒത്തിരി എതിർപ്പ് ഈ ഒരു വീഡിയോയിലൂടെ CM ആയിട്ടുള്ള പിണറായി വിജയൻ സാറ് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഇതിനോടകം തന്നെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടു കാണും. ഈ നമ്മുടെ മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളിലൊക്കെ ഇപ്പോൾ സജീവമായിട്ട് ചർച്ചയാക്കപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ, അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ ബന്ധപ്പെട്ട് വരുന്നൊരു വീഡിയോ ആണ്. ഈ പറയുന്ന VD സതീശൻ ഞങ്ങളുടെ MLA ആണ്. അപ്പം ഞാൻ താമസിക്കുന്ന പറൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഏകദേശം 25 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്ന VD സതീശൻ സാറിനെ ബന്ധപ്പെട്ട് വരുന്ന ഒരു വീഡിയോ. ഈ പറയുന്ന ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരുന്ന ആപ്ലിക്കേഷനിൽ തൻ്റെ സ്വത്ത് വിവരങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് LDF സ്ഥാനാർത്ഥി ആയിട്ടുള്ള ഷൈസൺ മാസ്റ്ററാണ് ഈ പറയുന്ന VD സതീശനെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ VD സതീശൻ സാറിനെ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പറൂരിൽ 25 വർഷമായിട്ട് സിറ്റിംഗ് MLA ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ പറയുന്നത് പോലെ കേരളത്തിൻ്റെ ഈ ഒരു സമയത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ആപ്ലിക്കേഷൻ, ഇലക്ഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്വത്ത് വകകളും അതുപോലെ തന്നെ തൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സ്വർണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള മൂല്യവും കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശൻ സാറിൻ്റെ ആപ്ലിക്കേഷന് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 45 ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആപ്ലിക്കേഷനിൽ കൊടുത്തിരുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന VD സതീശൻ തൻ്റെ ആപ്ലിക്കേഷനിൽ കൊടുത്തിരുന്ന ഭാര്യയുടെ പക്കലും VD സതീശൻ്റെ പക്കലുമുള്ള സ്വർണത്തിൻ്റെ ടോട്ടൽ മൂല്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 കോടിക്ക് മുകളിലുള്ള സ്വർണം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ 45 ലക്ഷം രൂപ മാത്രമാണ് ആപ്ലിക്കേഷനിൽ കൊടുത്തിരുന്നത്. അത് ഒരു വ്യത്യാസമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ VD സതീശൻ എന്ന് പറയുന്നത് ഒരു അഭിഭാഷകനാണ്. ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള VD സതീശൻ തൻ്റെ സാലറി, ആ ഒരു അഭിഭാഷക ജോലി ചെയ്ത് കിട്ടുന്ന തൻ്റെ സാലറിയും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ചില കേസുകളാണ് നമ്മുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്ന നമ്മുടെ VD സതീശൻ സാറിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ സാറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് അധികം വൈകാതെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ 2 വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയാക്കപ്പെടുന്നത്. ഒന്ന്, നമ്മുടെ CM ആയിട്ടുള്ള പിണറായി വിജയൻ സാറ് ഈ പറയുന്നത് പോലെ ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയെ അപമാനിച്ചു. ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയോട് അത് തൻ്റെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞ ആ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു മനോഭാവം ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റുന്നതല്ല. അത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ VD സതീശൻ സാറിൻ്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്ന ഈ ഒരു മിസ്റ്റേക്ക്, 25 വർഷമായിട്ട്
ഈ പറയുന്ന ഇലക്ഷന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, 25 വർഷമായിട്ടൊരു സിറ്റിംഗ് MLA ആണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തി ഇതുപോലെ തൻ്റെ സോഴ്സ് ഓഫ് ഇൻകം അത് കൃത്യമായിട്ട് കാണിക്കാതിരുന്നതും വലിയ തെറ്റ് തന്നെയാണ്. അതിനും കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അധികം വൈകാതെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്